തൃശ്ശൂർ സ്വരാജ് റൗണ്ട് ഇതാ പുലികളാൽ നിറഞ്ഞ ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇരുവശങ്ങളിലും ജനങ്ങളുടെ വലിയ തിരക്കാണ് പുലിക്കളി കാണാനുള്ളത്. അത് തൃശ്ശൂരുകാർ മാത്രമല്ല, നഗരത്തിനും പുറത്തുള്ളവരുമൊക്കെ എത്തും. തൃശ്ശൂരിന് പുറത്തുള്ള ആളുകളും പുലിക്കളി കാണാൻ വേണ്ടി ആഘോഷപൂർവ്വം അങ്ങോട്ടേക്ക് എത്തുന്നവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഓണാഘോഷങ്ങളുടെ ഒരു സമാപനം കുറിക്കുന്ന, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തോടെയാണ് നാളെ സമാപനമാവുന്നതെങ്കിൽ തൃശ്ശൂരിൽ ഈ പുലിക്കളിയോട് കൂടിയിട്ടാണ് ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്നത്. അത് ഏറെ നാൾ ഇതിനുവേണ്ടിയൊക്കെ പരിശ്രമിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ചൂടുകൾ വെച്ച ആളുകളെയൊക്കെ സെലക്ട് ചെയ്ത്, അത് ആരുടെ കുമ്പയ്ക്കാണ് കൂടുതൽ വലിപ്പം അവർക്കാണ് പൊന്നും വില. അപ്പോൾ അങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് വളരെ രസകരമായ ആവേശകരമായ നിമിഷങ്ങൾ സമ്മാനിക്കാൻ വേണ്ടിയാണ് ഓരോ പുലികളും റൗണ്ടിൽ ഇറങ്ങുന്നത്. ഈ പുലികൾക്കൊപ്പം തന്നെ മറ്റ് രസകരമായ കാഴ്ചകൾ, നിശ്ചല ദൃശ്യങ്ങളൊക്കെ എത്രത്തോളം വ്യത്യസ്തമാർന്ന കാഴ്ചകൾ ഒരുക്കാൻ കഴിയുമോ അതിന് പരമാവധി ശ്രമിച്ചുകൊണ്ടാണ് ഓരോ ദേശങ്ങളും 9 സംഘങ്ങളും ഈ പുലിക്കളിയിൽ അണിനിരക്കുന്നത്. മന്ത്രി കെ രാജൻ അടക്കമുള്ളവരൊക്കെ രാവിലെ മുതലുണ്ട്. അതിൻ്റെ രസകരമായ നിലയിൽ അവർ ഇതുമായി പങ്കുചേരുന്നത് കണ്ടു. ഒരു തൃശ്ശൂരുകാരുടെ മൊത്തം സന്തോഷമാണ്. അതിനൊപ്പം മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ, കാരണം മറ്റു ജില്ലകളിൽ ഇപ്പോൾ പല ഇവൻറ്റുകളിലും തൃശ്ശൂരിൽ നിന്നൊക്കെ പുലിക്കളി 1-2 പുലികളെയൊക്കെ കൊണ്ടുവന്ന് ചില കാഴ്ചകളൊക്കെ പല ജില്ലകളിലും സംഘടിപ്പിക്കാറുണ്ട്. എങ്കിൽ പോലും ഇത്രയധികം പുലികൾ, ഇത്രയധികം സംഘങ്ങൾ ഇങ്ങനെ ഒരു മഹോത്സവം കണക്കെ ഇറങ്ങുന്നത് അത് തൃശ്ശൂരിൻ്റെ മാത്രം സ്വത്താണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ ചെന്നാൽ മാത്രമേ നമുക്കതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പുലിക്കളി ആസ്വദിക്കാൻ കഴിയൂ. ആ നിമിഷമാണ് ഇപ്പോൾ നടക്കുന്നത്. പച്ചപ്പുലി, മഞ്ഞപ്പുലി, വെള്ളപ്പുലി ഒക്കെ ആ ചെണ്ടമേളത്തിനൊപ്പം ഇങ്ങനെ ചൂടുവെച്ച് കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് അവർ നീങ്ങുകയാണ്. ഹിമ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ പോകുന്നു? അതിമനോഹരമായ കാഴ്ചയാണ്. മറ്റൊരു ജില്ലയ്ക്കും അവകാശപ്പെടാനില്ല ഇത്ര ഗംഭീരമായ ഓണാഘോഷം എന്ന് എടുത്തു പറയാം. തൃശ്ശൂരുകാരുടെ 2ാം പൂരമാണ് ഈ പുലിക്കളി എന്ന് പറയുന്നത് ചെയ്യുക. അപ്പോൾ അത്രയധികം ആവേശം ഓരോരുത്തർക്കും ഉണ്ട്. നമ്മൾ പൂരത്തിന് കാണുന്ന അത്ര തന്നെ ജനത്തിരക്ക് ഇത്തവണ ഇതാ ഇവിടെ പുലിക്കളി കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ആബാലവൃദ്ധ ജനങ്ങൾ, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, എല്ലാവരും അതേ ആവേശത്തിലാണ്. ഓരോരുത്തരും പുലി മുഖംമൂടി അണിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. ഇതാ വടക്കുന്നാഥനെ ഇങ്ങനെ സാക്ഷി നിർത്തി ഈ സായാഹ്നങ്ങളെ അങ്ങനെ തൊട്ട് തലോടി കുടവയർ കുലുക്കി മുഖംമൂടി അണിഞ്ഞ് താളത്തിനൊപ്പം ചുവട് പിടിച്ചാണ് ഈ പുലികൾ നഗര ഹൃദയം ഇങ്ങനെ കീഴടക്കുന്നത്. 9 ദേശങ്ങളാണ് ഇത്തവണ ഇറങ്ങുന്നത്. അത് കുട്ടൻകുളങ്ങര, ശങ്കരൻകുളങ്ങര, അയ്യന്തോള, വിയൂർ യുവജന സംഘം, പാട്ടുരായ്ക്കൽ, നായ്ക്കനാൽ, ചക്കാമുക്ക്, സീതാറാമില്, വെളിയന്നൂര്. ഈ 9 ദേശങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ആ സസ്പെൻസ് അവര് റൗണ്ടിൽ ഇറങ്ങുമ്പോഴേ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് കാത്തു വെച്ചതാണ്. അപ്പോൾ ആ ഒരു സസ്പെൻസ് നമ്മൾ അറിയാൻ പോവുകയാണ്. ഓരോ ടീമും ഇറങ്ങുമ്പോൾ അവരുടെ വെറൈറ്റി പുലികളുണ്ട്. കുട്ടിപ്പുലിയുണ്ട്, പെൺപുലിയുണ്ട്, വലിയ കുടവയറുള്ള പുലികളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ചില ജിമ്മൻ പുലികളെ വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്ര രസകരമായ കാഴ്ചകളുണ്ട്. അതിൽ കുട്ടിപ്പുലികളാണ് ഏറ്റവും ക്യൂട്ടായി ഇങ്ങനെ ചൂട് വെച്ച് നടന്നു പോകുന്നത്. കാണാൻ തന്നെ വലിയൊരു മനോഹരമായ കാഴ്ചയാണ്. ഓരോ പുലികളും അങ്ങനെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇതാ തേക്കിൻ കാട്, ആ ഒരു കാടിന്റെ പ്രതീതി തന്നെ ജ്വലിപ്പിക്കുകയാണ്. ശരിക്കും ഇതാ ഒരു സൂര്യരശ്മികൾ അത് ആ പുലികളുടെ പെയിന്റിൽ അങ്ങനെ അടിക്കുന്നത് കാണുമ്പോൾ അതങ്ങനെ തിളങ്ങി കാണുന്നതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ആ ഫ്ലൂറസെന്റ് പുലികളെയാണ് എടുത്തു പറയേണ്ടത്. അതിമനോഹരമാണ് അത് കാണാൻ തന്നെ. ഫ്ലൂറസെന്റ് പുലികൾ ഇനി കൂടുതൽ ഭംഗിയാകുക, കൂടുതൽ അഴകാവുക കുറച്ചുകൂടി ഇരുട്ടുമ്പോഴായിരിക്കും. അപ്പൊ ഈ പുലിത്തേര ഒന്നുകൂടി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇപ്പോഴാ ആളുകളെല്ലാം ചുറ്റും കൂടി നിന്ന് ആ ഭംഗിയ താളത്തിനൊപ്പം ആസ്വദിച്ച് ഈ പുലി കാഴ്ചകൾ കാണുകയാണ്. തൃശ്ശൂരുകാരുടെ പുലിക്കളി എന്നാണ് പറയത്തെങ്കിലും അല്ല, വേറെ ജില്ലക്കാർ വരുന്നുണ്ട്, വേറെ സംസ്ഥാനക്കാർ വരുന്നുണ്ട്, അന്യനാടുകളിൽ നിന്ന് പോലും ആളുകൾ വരുന്നുണ്ട്. നമ്മൾ വേറൊരു ദേശത്തിന്റെ കണ്ടപ്പോൾ നേപ്പാളിൽ നിന്ന് വരെ ഇവിടെ കേരളത്തിലെത്തി പുലികളിക്ക് പുലി വേഷം കെട്ടിയ ഒരാളെ നമ്മൾ കണ്ടു. അപ്പൊ അത്രത്തോളം പേരും പെരുമയും ഉണ്ട് നമ്മുടെ ഈ പുലിക്കളിക്ക്. സ്വരാജ് റൗണ്ടിനെ കീഴടക്കി വിവിധ ദേശങ്ങളുടെ പുലികൾ അങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദിവേഷ്, ശരി ഹിമ, തിരികെ വരാം. ശ്യാം പ്രസാദ് ഉത്തമൻ കൂടിയുണ്ട്. ശ്യാമേ, ഇത് ഏത് സംഘത്തിന്റെ ചുവടുകളാണ്? അടുത്ത നിശ്ചിത ദൃശ്യങ്ങളൊക്കെ പിന്നാലെ വരുന്നുണ്ട്. വളരെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ അണിയിച്ചൊരുക്കിക്കൊണ്ടാണ് ഓരോ സംഘവും മുന്നോട്ട് പോകുന്നത്. ഏതൊക്കെയാണ് ശ്യാമിന്റെ കൺമുന്നിൽ ഏതൊക്കെ സംഘങ്ങൾ? എന്തായാലും വലിയ വ്യത്യസ്തമായ രീതിയിലുള്ള ആ കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇതിൽ 9 ദേശങ്ങൾ, ഓരോ ദേശങ്ങൾക്കും 51 പുലികൾ വീതം. ഈ 51 പുലികളിലും
വ്യത്യസ്തമായ ചുവടുകൾ കാണാം. ഒരേ താളം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ താളത്തിനൊപ്പം അവർ ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന കാഴ്ച, ആഹാ എന്ത് മനോഹരമായ കാഴ്ച എന്നതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ നയനമനോഹരമായി കാഴ്ച കാണാൻ വേണ്ടി എത്തി നിൽക്കുന്ന ആളുകളാണ്. അതിൽ നമുക്ക് ഈ രണ്ട് കരകളിലും, അതായത് ഇവിടെ ഓരോ പുലികൾ സംഘങ്ങളും ഇറങ്ങുമ്പോഴും അതിനൊപ്പം കയറ് പിടിച്ചിട്ടുണ്ട്. ആ കയറിന് പുറത്ത് നിൽക്കുന്ന വളരെ രസകരമായ രീതിയിൽ ഈ കാഴ്ച കണ്ടു നിൽക്കുന്ന ആളുകൾ എല്ലാം അത്രമേൽ മനോഹരം എന്ന് തന്നെ വേണം പറയാൻ. കാരണം ആ വർണ്ണാഭമായ കാഴ്ചയ്ക്ക് അത് ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റത്തിൽ കണ്ടേക്കാം. അങ്ങനെ ആനയും അമ്പാരിയും ഒക്കെയുള്ള ആ കാഴ്ച, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഓണക്കാലത്ത് ഇവിടെ തൃശ്ശൂർ കാണാൻ കഴിയുന്ന ഈ പുലികളിങ്ങനെ മടകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും അതും ഒരേപോലത്തെ ചുവട് വെച്ച് ഇങ്ങനെ കളിക്കുന്നതും, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ ഈ താളം, അതായത് ഈ 9 ദേശക്കാരുടെയും താളം ഒന്നാണ്. ആ താളത്തിൽ വ്യത്യസ്തമായ ചുവടുകൾ വെക്കുന്നതാണ് ഓരോ ദേശക്കാരുടെയും പ്രത്യേകത. അതിൽ ഓരോ ദേശവും ഒരേപോലെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ വിയൂർ ദേശം, ആ കൈകളെല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചിരിക്കുന്ന, അങ്ങനെ ഒരുമയോടെ അവരിറങ്ങുന്ന ഒരു കാഴ്ച, ആ കാഴ്ച കൂടിയുണ്ട്. അതിനുശേഷം അങ്ങനെ പലതരത്തിലുള്ള സസ്പെൻസുകൾ അവർ പുറത്തു വെച്ചിട്ടുണ്ട്. ആ സസ്പെൻസുകളാണ് ഇതിൽ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. എന്തായാലും അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് പുലികൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദിവീഷ്.